നമസ്കാരം, എല്ലാവർക്കും പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ റിന്യൂവബിൾ എനർജി റിസോഴ്സുകളെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഡിവൈസുകളായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വിൻഡ് എനർജി കൺവേർഷൻ ഡിവൈസുകളെ കുറിച്ചാണ്. ആ വിൻഡ് എനർജി കൺവേർഷൻ ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്ന പേര് വിൻഡ് മിൽ എന്നാണ്. വിൻഡ് മിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. വിൻഡ് മിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിൻഡിൻ്റെ വെലോസിറ്റി അല്ലേ, കാറ്റിൻ്റെ വെലോസിറ്റിയെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു ടർബൈനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. അത് ഉപയോഗിച്ചിട്ട് പവർ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വിൻഡിൻ്റെ എനർജീനെ നമ്മൾ എന്ത് ചെയ്യാണ്? പവറായിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡ് എന്ന് പറഞ്ഞാൽ ഒരു റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയാണ്, ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. അതൊരിക്കലും തീർന്നു പോകുന്നില്ല. അത് കിട്ടുന്ന ഒക്കെ എന്താണ്? നമുക്ക് അബണ്ടൻ്റ് ആയിട്ട് കാറ്റുള്ള സ്ഥലത്ത് വിൻഡ് അവൈലബിൾ ആണ് അല്ലേ, അബണ്ടൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ വിൻഡിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വിൻഡ് മില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിൻഡ് മില്ലിനെ കുറിച്ച് പറയാനാണെങ്കിൽ, വിൻഡ് മില്ല് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വിൻഡ് മില്ലുകളെ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ആക്സിസ്. എന്താണ്? ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? ഒന്ന് ഹൊറിസോണ്ടൽ ആക്സിസ് ആണെങ്കിൽ വേറെ ഒന്ന് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ലുകളും ഉണ്ട്. അതായത് നമ്മളിതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുന്നത്. അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ വിൻഡിൻ്റെ ഡയറക്ഷന് പാരലൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മിൽ എന്ന് പറയും. എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ, ചിത്രത്തിൽ ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണുള്ളത്. ഈ ഒരു ആക്സിസിലാണ് ഈ വിൻഡ് മില്ലിൻ്റെ റോട്ടർ കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ വിൻഡിൻ്റെ ഡയറക്ഷൻ നമുക്കിവിടെ കാണാം. വിൻഡും വരുന്നത് എന്താണ്? ഇതേ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? പാരലലാണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് വിൻഡ് മിൽ അത് പാരലൽ ടു ദ വിൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഫ്ലോ ഓഫ് വിൻഡ് ആണ്, ഡയറക്ഷൻ ഓഫ് വിൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മിൽ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ ആക്സിസ് എന്തായിരിക്കും? വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ വിൻഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് വെർട്ടിക്കലായിരിക്കും. ഈ വെർട്ടിക്കൽ ആക്സിസിൽ ഇങ്ങനെ ഒരു ഡീപ്പൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? അത് ഇങ്ങനെ കറങ്ങും. അങ്ങനെ കറങ്ങുകയാണെങ്കിൽ, അതായത് ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് ആണ്. ഡയറക്ഷൻ ഓഫ് വിൻഡ് ഈ ഡയറക്ഷനിൽ വരുന്നു, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ ഡയറക്ഷനിൽ ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മിൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മളതിനെ പ്രധാനമായിട്ടും പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷനുകളെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലിനെ എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ പവർ ജനറേഷനാണ്. നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ റോഡ് സൈഡിലൊക്കെ വിൻഡ് മില്ലുകൾ കാണാവുന്നതാണ്. അതൊക്കെ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പവർ ജനറേഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊക്കെ വലിയ ടവറിൻ്റെ മേലെ വലിയ ഡയമീറ്ററുള്ള ലീഫുകൾ ഒക്കെ വെച്ചിട്ട് കറങ്ങുന്ന വിൻഡ് മില്ലുകളായിരിക്കും പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അത്ര തന്നെ വലുപ്പമില്ലാത്ത ടൈപ്പ് സാധനങ്ങളുണ്ട്. അത് നമ്മൾ വാട്ടർ പമ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫോർ വാട്ടർ പമ്പിങ്. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വെച്ചിട്ട്
നിങ്ങൾ ഈ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലിൽ രണ്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, ഒന്ന് ഫോർ പവർ ജനറേഷനും രണ്ടാമത്തത് ഫോർ വാട്ടർ പമ്പിങ്ങും. ഈ രണ്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും വിൻഡ് മില്ല് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷനും വിൻഡ് മില്ലിനകത്തുള്ള ഡിസൈൻ എന്തൊക്കെ, ആ സ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്, എന്തൊക്കെ പാർട്സാണ് അതിനുള്ളത്, ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ഒരു പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലാണ്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു, കാരണം ഇതിൻ്റെ വിൻഡിൻ്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങനെയാണ്, അതേ ഡയറക്ഷൻ തന്നെയാണ് എന്ത് ആക്സിസും വരുന്നത്. ഇതാണ് ഇതിൻ്റെ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ആക്സിസിൽ അതേ ഡയറക്ഷനിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട് അല്ലേ. നമ്മൾ ഈ കാണുന്നതൊക്കെ എന്താണ്, ഒരു ഷാഫ്റ്റാണ്. ഞാൻ ഈ റെഡ് കളറിൽ ഇതിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൻ്റെ മേലെ ഒരു ഹബ്ബ് ഉണ്ട്. ആ ഹബിൻ്റെ മേലെ വെയിനുകളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഷാഫ്റ്റിൻ്റെ മേലെ പുറത്തേക്കായിട്ട് അപ്പോൾ ഷാഫ്റ്റിൻ്റെ മേലെ ഈ ഒരു ഭാഗം, ഈ ഒരു സെൻട്രൽ ഭാഗത്തിന് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഹബ്ബ് എന്ന് പറയുന്നത്. ഈ ഹബിൻ്റെ മേലെയാണ് ഈ ബ്ലേഡ് അല്ലെങ്കിൽ വെയിൻസ് ഉണ്ടാവുക. ഇതാണ് എന്ത്, വിൻഡ് മില്ലിൻ്റെ ബ്ലേഡുകൾ അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറയാം. അപ്പോൾ എന്താണ്, ഈ വെയിൻസ് എപ്പോഴും ഒരു എയറോഡൈനാമിക് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. വിൻഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, വിൻഡ് ഇതിന് അഭിമുഖമായിട്ട് വരുന്ന രീതിയിലാണ് ബ്ലേഡ് എപ്പോഴും നിൽക്കുക. എന്നിട്ട് ആ വിൻഡിൻ്റെ വെലോസിറ്റി ബ്ലേഡിൻ്റെ ആ ഒരു എയറോഫോയിൽ ഷേപ്പിൻ്റെ മേലെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ബ്ലേഡിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആ ഹബ്ബും റൊട്ടേറ്റ് ചെയ്യുന്നു. ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ഹബ്ബും റൊട്ടേറ്റ് ചെയ്യുന്നു. ഹബിൻ്റെ മേലെയാണ് നമ്മുടെ ഈ ഒരു ഷാഫ്റ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹബ്ബ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പാർട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹബ്ബും ബ്ലേഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഹെഡ് പോർഷനിലാണ്. നമ്മളിതിനെ ഈ ഒരു മേലെ ഭാഗത്തിനെ നമ്മളിതിൻ്റെ ഹെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് ഗ്രൗണ്ട് വരെയുള്ള ഈ ഒരു ഭാഗത്തിനെ നമുക്ക് ടവർ എന്നും പറയാം. ഓക്കെ, എന്താണ്, ഈ മേലഭാഗത്തിന് നമുക്ക് ഹെഡ് എന്ന് പറയാം, അതുപോലെ തന്നെ താഴെ ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം, ടവർ എന്ന് പറയാം. ഈ ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലാർജ് വെർട്ടിക്കൽ സ്ട്രക്ചറാണ്. അതായത് ഈ ഒരു ഹബ്ബും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി അറ്റാച്ച്മെൻറ്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, ആ ഒരു ടവർ വെച്ചിട്ടാണ്. ആ ടവറിൻ്റെ മേലെയുള്ള ഈ ഒരു ഹെഡിന് ടവറിൻ്റെ മേലെ കിടന്നിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ടവറിൻ്റെ മേലെ കിടന്നിട്ട് ഹെഡിന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് റൊട്ടേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് വിൻഡ് പല ഡയറക്ഷനായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനായിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ വരുന്ന സമയത്ത് ഈ ഒരു ഹബ്ബിലെ ആ ഒരു ബ്ലേഡിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും വിൻഡ് ചെന്നിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ എയറോഡൈനാമിക് ഡിസൈൻ പ്രകാരം നമുക്ക് കൃത്യമായിട്ട് ആ റൊട്ടേഷൻ കൺവേ ചെയ്യപ്പെട്ടോളണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും എന്ത് വേണം, നമ്മൾ ഏത് ഡയറക്ഷനിലാണോ വിൻഡ് വരുന്നത് ആ വിൻഡിന് അഭിമുഖമായിട്ട്, ആ വിൻഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ പാരലായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ബ്ലേഡും ആ ഹെഡ് ഉൾപ്പെടെയുള്ള ഭാഗം അങ്ങനെ വിൻഡിന് അഭിമുഖമായിട്ട് തിരിഞ്ഞു നിൽക്കണം. അങ്ങനെ തിരിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഈ നമ്പർ 4. എന്താണ് ഈ 4ൻ്റെ പേര്? 4ൻ്റെ പേരാണ് ടെയിൽ വെയിൻ. അതിൻ്റെ പേരാണെന്ത്? ടെയിൽ വെയിൻ. ഈ ടെയിൽ വെയിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെയിൽ വെയിന് വിൻഡ് ഡയറക്ഷൻ്റെ ഒരു സെൻസറാണെന്ന് പറയാം. അതായത് വിൻഡ് ഏത് ഡയറക്ഷനിലാണോ വരുന്നത് അതിനനുസരിച്ച് ഈ ടെയിൽ വെയിൻ എന്ത് ചെയ്യും, ആ ഹെഡിനെ അങ്ങനെ വിൻഡിന് അഭിമുഖമായിട്ട് ഇങ്ങനെ തിരിച്ചു നിർത്തും. അതാണ് ഈ ടെയിൽ വെയിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നോർമൽ കേസിൽ വെയിൻ ഇങ്ങനെ നിൽക്കുകയാണ്, വിൻഡ് വേറെ ഏതെങ്കിലും ഒരു സൈഡ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ അങ്ങനെ വരുന്ന ലോഡ് ചിലപ്പം ആ വെയിനിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനും അതിന് ഡാമേജ് ഉണ്ടാക്കാനുമുള്ള ചാൻസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെയിൻ ബ്ലേഡിനെ അൺസേഫ് വിൻഡ് സ്പീഡിനകത്ത് നിന്ന് സംരക്ഷിക്കാനുള്ളൊരു ഫങ്ഷനും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു ടെയിൽ വെയിനാണ്.
ഓക്കെ, അതൊരു വാല് പോലുള്ള ഒരു ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ വിൻഡ് സൈഡിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, അത് അതിൻ്റെ ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വിൻഡിന് പാരലായിട്ട് ഇങ്ങനെ ഹെഡിനെ നിർത്തി കൊടുക്കും. ഇനി ബാക്കിയുള്ള പാർട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഹെഡിനകത്ത് വരുന്നത്, അതായത് നമ്മൾ പറഞ്ഞു ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നു, ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹബ്ബ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഹബ്ബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്ത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഷാഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് വരുന്നത് ഒരു ട്രാൻസ്മിഷനാണ്. എന്താണ് ട്രാൻസ്മിഷൻ? ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഗിയർ സിസ്റ്റമാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഗിയറുകളാണ്. എന്തിനാണ് ഗിയറുകൾ അവിടെ ഉപയോഗിക്കുന്നത്? ഗിയറുകൾ ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ഹബ്ബിൽ കിട്ടുന്ന റൊട്ടേഷൻ, അതായത് വെയിനിൽ കിട്ടുന്ന റൊട്ടേഷൻ, ഷാഫ്റ്റിൽ കിട്ടുന്ന റൊട്ടേഷൻ, ആ റൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് അല്ലേ, ഇലക്ട്രിക് ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഈ 2 നമ്പർ ഇട്ടിട്ടുള്ളത്. ഇതെന്താണ്? ഇലക്ട്രിക് ജനറേറ്ററാണ്. ഓക്കെ, ഈ ഇലക്ട്രിക് ജനറേറ്ററിലേക്ക് ഈ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ജനറേറ്ററിൽ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തായാലാവണം, അതിൻ്റെ ആ ഒരു ഇലക്ട്രിക് ജനറേറ്ററിൻ്റെ റേറ്റഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം. അതായത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ, റേറ്റഡ് സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റണം, ആ ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സമയവും ഷാഫ്റ്റ് ഒരേ സ്പീഡിൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ എല്ലാ സമയവും ഒരേ സ്പീഡിൽ തന്നെ വിൻഡ് അവൈലബിൾ ആയിരിക്കണം. പക്ഷേ വിൻഡ് അങ്ങനെ തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വിൻഡിൻ്റെ സ്പീഡ് ഏത് സ്പീഡാണെങ്കിലും, അതായത് വിൻഡിൻ്റെ സ്പീഡ് വേരി ചെയ്യാം, അതിനനുസരിച്ച് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനും വേരി ചെയ്യാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ജനറേറ്ററിലേക്ക് കൊടുക്കുന്ന ഷാഫ്റ്റിൻ്റെ സ്പീഡ് അതൊരു കോൺസ്റ്റൻറ്റ് റേറ്റഡ് സ്പീഡിൽ തന്നെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഗിയേഴ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുകയാണ്. അത് മിക്കവാറും സ്റ്റെപ്പ് അപ്പ് ടൈപ്പ് ഗിയേഴ്സ് ആയിരിക്കും. അതായത് അതിൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യുന്ന തരത്തിൽ, ടോർക്കിനെ കുറച്ചിട്ട് സ്പീഡിനെ ഇൻക്രീസ് ചെയ്യാനുള്ള തരത്തിലായിരിക്കും ആ ഗിയറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. കാരണം ജനറേറ്ററിൻ്റെ റേറ്റഡ് സ്പീഡിലൊന്നും വിൻഡ് മില്ലിൻ്റെ ആ ഒരു ബ്ലേഡ് ഹബ്ബോ കാര്യങ്ങളൊന്നും കറങ്ങൂല. അപ്പോൾ എപ്പോഴും നമുക്കൊരു സ്റ്റെപ്പ് അപ്പ് ഗിയറുകളാണ് നമുക്ക് ഈ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അങ്ങനെ ആ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ആ ഒരു റേറ്റഡ് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു, നമ്മൾ നേരെ ജനറേറ്ററിലേക്ക് കൊടുക്കുകയാണ്. ആ ജനറേറ്ററിൽ വെച്ചിട്ട് എന്തുണ്ടാവും, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ വിൻഡ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ മെക്കാനിസമാണ്. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ്. ആ വിൻഡ് മില്ലിനകത്ത് തന്നെ നമുക്ക് ഇത് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലാണ്. ഓക്കെ, നമ്മളിവിടെ ഉണ്ട് ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മിൽ ഫോർ പവർ ജനറേഷൻ. അതായത് ഇതിൽ ജനറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെന്താണ്, ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മിൽ ഫോർ പവർ ജനറേഷൻ ആണെന്ന് പറയാം. നമ്മളെപ്പോഴും ഈ ഒരു വിൻഡ് എനർജി കൺവേർഷൻ ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്നത് വിൻഡ് ടർബൈൻ, വിൻഡ് മില്ല് അല്ലെങ്കിൽ വിൻഡ് ടർബൈൻ എന്നാണ്. ഈ വിൻഡ് ടർബൈൻ്റെ കൂടെ ഇലക്ട്രിക് ജനറേറ്ററും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള മെഷീൻസ്, വിൻഡ് ടർബൈൻ്റെ കൂടെ ഇലക്ട്രിക് ജനറേറ്റേഴ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള മെഷീൻസ്, ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത് എയറോ ജനറേറ്റേഴ്സ് എന്നാണ്. എന്താണ് എയറോ ജനറേറ്റേഴ്സ്? എയറോ ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ വിൻഡ് ടർബൈൻ പ്ലസ് ഇലക്ട്രിക് ജനറേറ്റർ. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന വിൻഡ് ടർബൈൻ്റെ കൂടെ ഇലക്ട്രിക് ജനറേറ്ററോട് അറ്റാച്ച് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മെഷീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയറോ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വിൻഡ് മില്ലിനകത്ത് ബ്ലേഡുകൾ, പല ടൈപ്പുള്ള ബ്ലേഡുകളുണ്ട്. അതായത് സിംഗിൾ ബ്ലേഡഡ് ആയിട്ടുള്ള വിൻഡ് മില്ലുണ്ട്, 2 ബ്ലേഡ് വിൻഡ് മില്ലുകളുണ്ട്, മൾട്ടി ബ്ലേഡഡ് വിൻഡ് മില്ലുകളുണ്ട്. അതുപോലെ തന്നെ റോട്ടറിൻ്റെ ടൈപ്പിനനുസരിച്ച് സെയിൽ ടൈപ്പ്, ഡച്ച് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വിൻഡ് മില്ലുകളെ ബ്ലേഡിനനുസരിച്ചും റോട്ടറിനനുസരിച്ചൊക്കെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ പ്രൊപ്പല്ലർ ടൈപ്പ്, ടച്ച് ടൈപ്പ്, സെയിൽ ടൈപ്പ് ഒക്കെ പ്രധാനപ്പെട്ട ടൈപ്പുകളാണ്. ഈ ടൈപ്പുകളിലൊക്കെ ഈ ഒരു ബ്ലേഡിൻ്റെ മെറ്റീരിയലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. പ്രൊപ്പല്ലർ ടൈപ്പ് വിൻഡ് മില്ലാണെങ്കിൽ ഷീറ്റ് മെറ്റൽ അല്ലെങ്കിൽ അലൂമിനിയം ആണ് നമ്മൾ ബ്ലേഡിൻ്റെ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഡച്ച് ടൈപ്പ് ആണെങ്കിൽ വുഡൻ സ്ലാറ്റ്സ് ആണ് നമ്മൾ ബ്ലേഡ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ സെയിൽ ടൈപ്പ് ആണെങ്കിൽ ക്ലോത്ത്, നൈലോൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് കൂടുതൽ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്ന ടൈപ്പ് ഈ സെയിൽ ടൈപ്പ് വിൻഡ് മില്ലുകൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു വിൻഡ് മില്ലിനെ കുറിച്ച് പറയാനുള്ളത്. സാധാരണയായിട്ട് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 2 മെഗാവാട്ട്, 2 മെഗാവാട്ടിൻ്റെ താഴെയുള്ള ഇലക്ട്രിക് ജനറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡ് മില്ലുകൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിനകത്ത് പറയാനുള്ളത്, പിന്നെ ഇതിനകത്ത് ഈ ഒരു നിങ്ങൾക്കറിയാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ആൻറ്റി ഫ്രിക്ഷൻ ബിയറിങ്ങുകൾ ഉണ്ടാവും. ഓക്കെ, ആൻറ്റി ഫ്രിക്ഷൻ ബിയറിങ്ങുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടായതുകൊണ്ട് അത് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഒരു ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ വിൻഡ് മില്ലിന് ഉപയോഗിക്കുന്നതിനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താണ്, അതിൻ്റെ കുറച്ച് കോൺസ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യിക്കേണ്ട, അതായത് ഇത് കൊണ്ട് ഫിക്സ് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു പ്രോപ്പർ ലൊക്കേഷൻ കണ്ടെത്തുക, എപ്പോഴും വിൻഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ വിൻഡിൻ്റെ വെലോസിറ്റി അല്ലേ, വിൻഡിൻ്റെ വെലോസിറ്റി എന്താവണം, കണ്ടിന്യൂസ് ആവണം. കണ്ടിന്യൂസ് വിൻഡ് വെലോസിറ്റി അവൈലബിൾ ആവുക എന്നുള്ളതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എപ്പോഴും ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലിൻ്റെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ടവർ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചർ അല്ലെങ്കിൽ ടവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റിൽ വേണം. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒരു വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിൻഡ് മില്ലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളതിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, ഇങ്ങനെ ഈ ഒരു ടേം വെച്ചിട്ടാണ് നമ്മൾ വിൻഡ് മില്ലിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് CP എന്നുള്ള ഇതിലാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് സൂചിപ്പിക്കുന്ന ലെറ്റർ CP എന്നാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പവർ ഡെലിവേർഡ് ബൈ റോട്ടോർ. അതായത് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റോട്ടറിലേക്ക് കിട്ടുന്ന പവർ, അല്ല റോട്ടർ ഡെലിവർ ചെയ്യുന്ന പവർ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ വിൻഡ് കൊടുക്കുന്ന പവർ, അതായത് മാക്സിമം പവർ. അതായത് എന്താണ് മാക്സിമം പവർ അവൈലബിൾ ഇൻ വിൻഡിനകത്ത് നിന്ന് കിട്ടുന്ന മാക്സിമം പവർ. അതായത് വിൻഡിനകത്ത് കിട്ടുന്ന മാക്സിമം പവറിൽ എത്ര പവർ റോട്ടർ ഡെലിവർ ചെയ്യുന്നുണ്ട്, അതാണ് ആ ഒരളവ്. അതായത് വിൻഡിൻ്റെ എനർജീനെ എത്രത്തോളം അതിന് വിൻഡ് മില്ലിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റൊട്ടേഷണൽ എനർജി ആയിട്ട് അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൂടുതൽ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പെർഫോമൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, ഷോർട്ടായിട്ട് PR, പവർ ഡെലിവേർഡ് ബൈ റോട്ടർ ഡിവൈഡഡ് ബൈ Pmax, ഇങ്ങനെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വിൻഡ് മില്ലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മിൽ ഫോർ പവർ ജനറേഷൻ ഉപയോഗിക്കുന്ന വിൻഡ് മില്ല് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡിനകത്ത് നോക്കുന്ന സമയത്ത് ആ ഹബും വെയിനും പുറത്താണെങ്കിലും ബാക്കി ട്രാൻസ്മിഷനും ജനറേറ്ററും ടെയിൽ വെയിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഒരു കേസിങ്ങിൻ്റെ ഉള്ളിലായിട്ട് കാണാം. അതിനകത്ത് ചില കേസുകളിലൊക്കെ ഈ ഒരു വെയിൻ എന്ന് പറയുന്ന ഭാഗം ബാക്ക് സൈഡിലേക്കായിട്ട് പുറത്തേക്കായിട്ട് നിൽക്കും. അതെപ്പോഴും എന്താണ് വിൻഡുമായിട്ട് കോണ്ടാക്ട് വരേണ്ട ഭാഗമാണ്. വിൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഈ ഒരു ഹെഡിനെ തിരിച്ച് നിർത്തേണ്ടുന്ന ഭാഗമാണ് ടെയിൽ വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെയിൽ വെയിൻ മിക്കവാറും പുറത്തായിരിക്കും ഉണ്ടാവുക. ഈ പിക്ചറിൽ അങ്ങനെയാണ് കാണിച്ചത് എന്നേ ഉള്ളൂ.
അപ്പോൾ ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ല് ഇലക്ട്രിക്കൽ പവർ ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളത് വിൻഡ് മിൽ ഫോർ പമ്പിങ് വാട്ടറാണ്. നമ്മൾ പറഞ്ഞു അപ്ലിക്കേഷൻ അനുസരിച്ച് അതിനെ 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മിൽ തന്നെ പവർ ജനറേഷന് വേണ്ടിയിട്ടും, രണ്ടാമത്തത് എന്താണ് ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മിൽ ഫോർ പമ്പിങ് വാട്ടർ പമ്പിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഹബ് ഉണ്ട് സെൻട്രലായിട്ട്. ഇവിടെ 4 വെയിനുകൾ അല്ലെങ്കിൽ ബ്ലേഡുകളുണ്ട്. അത് വിൻഡ് വരുന്ന സമയത്ത് അത് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് സെൻറ്ററിൽ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും അല്ലേ? ആ ഒരു ഷാഫ്റ്റ് ഇതിൻ്റെ ബാക്കിലേക്ക് കാണിച്ചിട്ടില്ല. ആ ഒരു ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ആ ഷാഫ്റ്റിന് റൊട്ടേഷൻ സാധാരണ നമ്മൾ എന്താണ് ട്രാൻസ്മിഷൻ ഗിയറുകൾ വഴി ജനറേറ്ററിൽ കൊടുത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെയല്ല ചെയ്യുക. ഈ ഒരു ഷാഫ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ആയിട്ടാണ്. ഈ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും. ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ഇങ്ങനെ ഒരു യു ബെൻഡ് ഉണ്ടാവും. ഇങ്ങനെ കിടക്കുന്ന ഒരു ക്രാങ്ക് ഷാഫ്റ്റാണ് ഉണ്ടാവുക. ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മുകളിൽ നിന്ന് ആ യു ബെൻഡിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എന്തുണ്ടാവും? ഒരു കണക്റ്റിംഗ് റോഡും ഉണ്ടാവും. എന്താണ്? കണക്റ്റിംഗ് റോഡും ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും, ഹബ്ബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഒരു യു ബെൻഡ് ഭാഗം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കണക്റ്റിംഗ് റോഡിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അഥവാ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു. ആ കണക്റ്റിംഗ് റോഡിൻ്റെ മുകളിൽ നമ്മൾ ഒരു പമ്പിൻ്റെ ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പമ്പിൻ്റെ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ പിസ്റ്റൺ നമ്മൾ ആ കണക്റ്റിംഗ് റോഡുമായിട്ട് ബന്ധിപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നേരെ താഴേക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതിന് താഴെ നിന്നൊരു സക്ഷൻ ഏരിയയും അതിൻ്റെ മേലെ നിന്ന് എന്തുണ്ടാവും? ഒരു ഡെലിവറി ഏരിയയും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്കൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ നമ്മൾ വാട്ടർ പമ്പിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്? വിൻഡ് മില്ല് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് ആ ബാക്കിലേക്കുള്ള പ്രൊജക്ഷൻ വല്ലാതെ കാണിച്ചിട്ടില്ല. നേരെ താഴേക്ക്, അതായത് ഫ്രണ്ട് വ്യൂവിലേക്ക് കാണുന്ന സമയത്ത് ഇത്രയേ ഉണ്ടാവുള്ളൂ. ഈ താഴേക്ക് വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്റ്റിംഗ് റോഡാണ്. ഓക്കെ, ഈ കണക്റ്റിംഗ് റോഡ് താഴെ വന്നിട്ട് എവിടെയൊക്കെയാണ്? ഈ താഴെ എവിടെയാണോ വെള്ളം ഉള്ളത് ആ വെള്ളത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പായിട്ട് വർക്ക് ചെയ്യുകയാണ്. പ്ലഞ്ചർ അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ അവിടെ ഉണ്ട്, ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ കിണറിനകത്തുനിന്ന് വെള്ളത്തിന് എന്ത് ചെയ്യുന്നു? ആ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മൂവ്മെൻറ്റിൽ അത് സക്ഷൻ നടക്കുന്നു അല്ലേ? അതായത് ഈ ഒരു പ്ലഞ്ചർ മേലേക്ക് പോകുന്ന സമയത്ത് അവിടെ സക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്ലഞ്ചർ താഴേക്ക് വരുന്ന സമയത്ത് ആ വാട്ടറിനെ എന്ത് ചെയ്യുന്നു? വാൽവുകളൊക്കെ അടഞ്ഞു കിടക്കും. വാട്ടറിനെ അവിടെ പ്രഷറൈസ് ചെയ്തിട്ട് വാൽവ് വഴി എന്ത് ചെയ്യുന്നു? വാട്ടർ പുറത്തേക്ക് നമ്മൾ പമ്പ് ചെയ്തെടുക്കുന്നു. പ്രഷറൈസ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇതാണ് വാട്ടർ പമ്പിങ്ങിന് വേണ്ടിയിട്ട് വിൻഡ് മില്ല് യൂസ് ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ്. ഇവിടെയും നമുക്കൊരു ടെയിൽ വെയിൻ ഉണ്ട്. ടെയിൽ വെയിൻ സൈഡിലേക്കാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ബാക്കിലേക്കായിരിക്കും ഉണ്ടാവുക. അതായത് ഇതിൻ്റെ നേരെ ബാക്കിലേക്കാണ് ടെയിൽ വെയിൻ ഉണ്ടാവുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് വിൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഈ ഒരു ഹെഡിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വിൻഡിനെ അഭിമുഖമായിട്ട് തിരിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ടെയിൽ വെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർ പമ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നോക്കിയിട്ട് എങ്ങനെയാണ് വാട്ടർ പമ്പിങ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു വാട്ടർ പമ്പിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ടവർ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ മേലെ ടവറിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ഹെഡ് ഭാഗം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗത്തേക്കായിട്ട് ഇവിടെ എന്തുണ്ട്? അതിൻ്റെ വിൻഡ് മില്ലിൻ്റെ ബ്ലേഡ് ഉണ്ട്. നമ്മൾ എയർ അല്ലെങ്കിൽ വിൻഡ് വന്ന് തട്ടുന്ന സമയത്ത് ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നു. ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു യു ബെൻഡ് ഉണ്ട്.
ആ യു ബെൻഡും എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ആ യു ബെൻഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ നിന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പമ്പ് റോഡ് അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ റോഡ് അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് റോഡ് ഉണ്ടാവും. ആ കണക്റ്റിംഗ് റോഡ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു. ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ താഴെ കാണുന്നത് ഒരു വാട്ടർ പമ്പാണ്. ഈ വാട്ടർ പമ്പ് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ആ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കാരണം എന്ത് ചെയ്യുന്നു, അവിടെ വാട്ടറിനെ സക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു ടാപ്പ് വഴി പുറത്തേക്ക് പമ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് ബ്ലേഡുകൾ ഇവിടെ കാണാവുന്നതാണ്. ടവർ, അതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, വിൻഡ് വരുന്ന സമയത്ത് ആ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും. ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ്, യു ബെൻഡ്, കണക്റ്റിംഗ് റോഡ് വഴി ആ ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പവർ താഴേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് നോക്കാം. ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നു, ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, യു ബെൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നു, കണക്റ്റിംഗ് റോഡ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വരുന്നു. ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പായിട്ട് അവിടെ ആ ഒരു പ്ലഞ്ചർ വർക്ക് ചെയ്യിക്കുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിയിലുള്ള കിണറിനകത്ത് നിന്നുള്ള വെള്ളം എന്ത് ചെയ്യുന്നു, നമുക്ക് മേലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടാപ്പ് വഴി പുറത്തേക്ക് സപ്ലൈ ചെയ്ത് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വിൻഡ് മില്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്ടറിനെ പമ്പ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഈ ഒരു റൊട്ടേഷൻ അല്ലേ, അതായത് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനെ നേരത്തെ നമ്മൾ ഒരു ഗിയർ ബോക്സ് വഴി കയറ്റി വിട്ട് അതിനെ റേറ്റഡ് സ്പീഡാക്കി ജനറേറ്ററിലേക്ക് കൊടുത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയതായിരുന്നു നേരത്തെ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോൾ ചെയ്തത് എന്താണ്, നമ്മൾ ഇതിനെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ആക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു കണക്റ്റിംഗ് റോഡ് വെച്ച് കൊടുത്തിട്ട് കണക്റ്റിംഗ് റോഡിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് ഈ വിൻഡ് മില്ലിൻ്റെ റോട്ടറി മോഷനെ കണക്റ്റിംഗ് റോഡിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉപയോഗിച്ചിട്ട് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ വർക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനെ വാട്ടറിനെ പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലിൻ്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വിൻഡ് മിൽ യൂസ്ഡ് ഫോർ പമ്പിങ് വാട്ടർ. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ല് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഒരു വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ലാണ് ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ല്. വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ല് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഡാരിയസ് ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്, അത് സാവോണിയസ് ടൈപ്പ് എന്നാണ് അതിനെ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഈ ഡാരിയസ് ടൈപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഒരു വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ല് എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്, അതായത് വിൻഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരികയാണെങ്കിൽ വിൻഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആ ഒരു വിൻഡ് മില്ലിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എപ്പോഴും ഇങ്ങനെ വെർട്ടിക്കലായിരിക്കും. വിൻഡ് എപ്പോഴും വരിക എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇതിന് ക്രോസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ലിനെ നമ്മൾ ക്രോസ് ആക്സിസ് വിൻഡ് മിൽ എന്നും പറയാറുണ്ട്. ക്രോസ് ആക്സിസ് വിൻഡ് മിൽ എന്നും പറയാറുണ്ട്. പ്രധാനമായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, ഡാരിയസ് ടൈപ്പ് ആൻഡ് സാവോണിയസ് ടൈപ്പ്. അതിൽ ഡാരിയസ് ടൈപ്പ് വിൻഡ് മില്ലിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്ലേഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു ഷാഫ്റ്റിൻ്റെ മേലെ രണ്ട് എൻഡിലായിട്ട് രണ്ട് ഹബ്ബുകളുണ്ട് അല്ലേ. നമുക്കിവിടെ രണ്ട് ഹബ്ബുകൾ കാണാം. നമ്മൾ നേരത്തെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഒരു ഹബ്ബേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്തുണ്ട്, രണ്ട് ഹബ്ബുണ്ട്. ആ രണ്ട് ഹബ്ബിനെയും കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ റോട്ടർ അല്ലെങ്കിൽ ബ്ലേഡ് ഉള്ളത്. ഓക്കെ, ഇവിടെ റോട്ടർ അല്ലെങ്കിൽ ബ്ലേഡ്, അതായത് ഒരു എയറോഫോയിൽ ടൈപ്പുള്ള ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാവും. ഒരു 3 സിമെട്രിക്കൽ ബ്ലേഡുകളാണ് ഉണ്ടാവുക. 3 സിമെട്രിക്കൽ ബ്ലേഡുകളാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആ ബ്ലേഡുകളുടെ രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹബ്ബിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹബ്ബ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഹബ്ബിൻ്റെ കൂടെ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഈ എന്ത് ചെയ്യുന്നു, വിൻഡ് വരുന്ന സമയത്ത് റോട്ടറിൻ്റെ മേലെ എയറോഫോയിൽ ഡിസൈനുള്ള ഈ ഒരു റോട്ടറിൻ്റെ മേലെ ബ്ലേഡിൻ്റെ മേലെ വിൻഡ് വന്ന് തട്ടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ആ വിൻഡിൻ്റെ മൂവ്മെൻറ്റ് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ടോർക്ക്, ഷാഫ്റ്റിൻ്റെ മേലെ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നു. ആ ടോർക്ക് കാരണം എന്ത് ചെയ്യുന്നു, ഷാഫ്റ്റ് കറങ്ങുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബോട്ടം ഭാഗത്ത്, അതായത് ഇതൊരു മറ്റേ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ല് പോലെ ഒരു ലാർജ് ഒരു വലിയ കൺസ്ട്രക്ഷൻ ഒന്നും ആയിരിക്കില്ല. എപ്പോഴും ഒരു ചെറിയ ഒരു മറ്റേനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്ട്രക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ജനറേറ്റർ എപ്പോഴും അതിൻ്റെ താഴെ ഭാഗത്തായിട്ട്, ഗ്രൗണ്ടിൽ ആ ഭാഗത്തായിട്ടായിരിക്കും ജനറേറ്റർ ഫിക്സ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ പവർ ജനറേഷന് വേണ്ടിയിട്ട് ജനറേറ്ററിനെ അറ്റാച്ച് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ടൈപ്പ് വിൻഡ് മില്ലാണ് ഈ ഒരു വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ജനറേറ്റർ അതിൻ്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് വിൻഡ് മില്ലാണ് ഈ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ല് എന്ന് പറയുന്നത്. മിക്കവാറും ഹൈവേകളിലൊക്കെ, ഹൈവേ വിൻഡ് മില്ലായിട്ടൊക്കെ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ലുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഹൈവേയിലൊക്കെ വണ്ടികൾ രണ്ട് ഭാഗത്തൂടെയും പോകുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെയൊരു ചെറിയൊരു സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഭാഗത്തൂടെയും പോകുന്ന വാഹനങ്ങളുടെ കാറ്റ് അല്ലേ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് വിൻഡ് അല്ലെങ്കിൽ വണ്ടികൾ പോവുക. അതിൻ്റെ ഒപ്പം തന്നെ വിൻഡും അതേ ഡയറക്ഷനിൽ തന്നെ പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഓപ്പോസിറ്റ് ഈക്വൽ ഫോഴ്സുകൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഷാഫ്റ്റിൻ്റെ മേലെ ഒരു കപ്പിള് അല്ലേ, ഒരു കപ്പിള് ജനറേറ്റ് ചെയ്യുകയും ടോർക്ക് ജനറേറ്റ് ചെയ്യുകയും ആ ഒരു ഷാഫ്റ്റ് വെർട്ടിക്കലി ആക്സിസിൻ്റെ മേലെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അധികവും ഈ ഹൈവേയിലൊക്കെ ഉള്ള ലാമ്പുകളുടെ അല്ലേ, ലാമ്പുകൾ രാത്രി കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പവറിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ലുകൾ യൂസ് ചെയ്യാറുണ്ട്. അതെപ്പോഴും ഒരു ചെറിയ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് മാത്രമേ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ലുകൾ യൂസ് ചെയ്യാറുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതൊരു ചെറിയ കൺസ്ട്രക്ഷൻ ആയിരിക്കും, ഒരുപാട് ഹ്യൂജോ എക്സ്പെൻസീവോ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിൻഡ് മില്ലുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മില്ലും വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ലും പറഞ്ഞു. ഹൊറിസോണ്ടൽ ആക്സിസിൽ തന്നെ പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിൻഡ് മില്ലും അതുപോലെ തന്നെ വാട്ടർ പമ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിൻഡ് മില്ലും, ഇത്രയും കാര്യങ്ങളാണ് വിൻഡ് മില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.